നിങ്ങൾക്ക് ബാക്ക് പെയിൻ ഉണ്ടോ? എനിക്കുണ്ടായിരുന്നു. അത് ഏകദേശം റെഡിയായിട്ടുള്ളൊരു കഥയാണ്. എൻ്റെ കഥ ഞാൻ പറയും. ഞാൻ സുൽഫി, ആശ സ്റ്റുഡിയോ. കേൾക്കില്ലേ? നമ്മൾ സാധാരണ നടക്കുമ്പോഴേ കൈ മുമ്പോട്ട് വീശിയിട്ടല്ലേ നടക്കാറ്. എന്നാൽ നേരെ തിരിച്ചു നോക്കൂ, കൈ പിന്നോട്ട് വീശി നടന്നു നോക്കൂ. എന്തെല്ലാം മാറ്റങ്ങളെ വരുന്നറിയോ? ഒന്ന് സ്ട്രെച്ച് നിവർന്ന് വരും, ബാക്ക് പെയിന് ഒരു ആശ്വാസം കിട്ടും. ദിവസവും കുറച്ച് സമയം കൈ പിന്നോട്ട് വീശിയാലുള്ള ഗുണങ്ങൾ പറഞ്ഞു തരാം. പിന്നോട്ട് കൈകൾ വീശി നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, ചെസ്റ്റ് നിവർത്തി പിടിക്കുക. അതുമാതിരി വയറ് കുറച്ച് പിന്നോട്ടേക്ക് ആക്കിയതിന് ശേഷം 60 ഡിഗ്രി മുമ്പോട്ട് കൈകൾ വീശുകയാണെങ്കിൽ 30 ഡിഗ്രി പിന്നോട്ട് വീശി നടന്നാൽ ബാക്ക് പെയിൻ തുടങ്ങി ശരീരം ബെൻഡായത് എല്ലാം നിവർന്നു വരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ സാധാരണ കൈ മുമ്പോട്ട് വീശിയിട്ടാണ് നടക്കാറ്. സാധാരണ എല്ലാവരും കൈ മുമ്പോട്ട് ഒരു 30-40 ഡിഗ്രി വരെ മുമ്പോട്ടായിട്ടാണ് നടക്കല്. കൈ പിന്നോട്ട് വീശി നടന്നപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ തോന്നിയിട്ടുണ്ടോ? മാറ്റങ്ങൾ തോന്നിയിട്ടുണ്ട്. പറയും. കൈയൊക്കെ അങ്ങനെ ജിമ്മ് പിടിച്ച കാര്യമുണ്ട്. ജിമ്മ് പിടിച്ചത് എനർജി കൂടുന്ന കാര്യമുണ്ട്. ഓക്കെ. അത് നടത്താൻ പല രീതിയിലുണ്ട്. അത് ബാക്കോട്ട് കൈ വെച്ചാലും ബാക്കോട്ട് നടന്നാലും ഒക്കെ ഒരുപാട് ഗുണമുള്ള കാര്യമാണ്. ആ ഗുണങ്ങളൊന്ന് ബാക്കോട്ട് നടന്നാൽ മുട്ടിനൊക്കെ പല ഗുണങ്ങളുണ്ട്. അതുപോലെ കൈ ഇങ്ങനെ നടന്നാൽ കൈക്കിന്റെ മസിലിന് പവർ കിട്ടും. ഓക്കെ ഓക്കെ. അപ്പോ എനിക്ക് ആദ്യം തോന്നി ഇവിടെ സ്ഥിരമായിട്ട് നടക്കാൻ പറഞ്ഞ ഒരാളുണ്ട്. അത് നടത്തുമ്പോൾ ഇങ്ങനെയാണ്. ഇപ്പം തോന്നി അയാൾ അഹങ്കാരം കൊണ്ട് നടക്കുന്നില്ല. ഇതിൽ ഗുണമുണ്ട്. ബാക്കിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. നെഞ്ഞിന്റെ ഭാഗത്ത് മസിലിന്റെ ഭാഗത്ത് നല്ല പുറത്തുണ്ട്. പിന്നോട്ട് വീശി നടക്കുന്ന നടത്തത്തിന് സ്പീഡ് കൂടും. 2 വളഞ്ഞിട്ടുള്ള ആളുകൾ ഇതാ, നിങ്ങൾ ഈ സ്ട്രെച്ച് ഉണ്ടല്ലോ, കൈ പിന്നോട്ട് വീശി നടക്കുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക് ഒരു മാസം കൊണ്ട് നിങ്ങൾ നിവർന്നു വരും. പ്രത്യേകിച്ച് ഇത് സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക. നമ്മളെ മറ്റേ ആർമിക്കാരൊക്കെ മാർച്ച് ഫാസ്റ്റ് നടത്തുന്നുണ്ടോ? എങ്ങോട്ടാ കൈ വീശല്? എന്താ കാരണം? നിവർന്നു വരാൻ. സ്ത്രീകളെ പ്രത്യേകിച്ച് അവർ കുനിഞ്ഞിട്ടാണ് നടക്കാറ്. അവർ കൈ ചെസ്റ്റ് മുമ്പോട്ടും വയറൊന്നും ഉള്ളിലേക്ക് ഒട്ടിച്ചും കൈ പിന്നോട്ട് വീശി നടന്നാൽ അവർ നിവർന്നു വരും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊന്ന് കൃത്യമായിട്ട് പറയാനുള്ളത്, ഇരുന്ന് ജോലി എടുക്കുന്നവർ, ഡ്രൈവർമാർ, ഓട്ടോറിക്ഷ ഏതായാലും സ്ഥിരമായിട്ട് വണ്ടിയിലിരുന്ന് ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ ഇടയ്ക്കിടയ്ക്ക് നിവർന്ന് കുറച്ച് സമയം കൈകൾ പിന്നോട്ട് വീശിയാൽ തികച്ചും നല്ല റിസൾട്ട് കിട്ടുമെന്ന് ഗ്യാരണ്ടി. അടുത്ത എപ്പിസോഡിലെ പിന്നോട്ട് നടക്കുന്നത്, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും, ഇതെൻ്റെ 25ാമത്തെ എപ്പിസോഡാണേ.